പുത്തൂരം വീട്ടിൽ പിറന്നവരെല്ലാം പൂ പോലെ അഴകുള്ളവർ മാത്രമായിരുന്നില്ലല്ലോ. അതിനുമപ്പുറം അവിടുത്തെ ആൺപിറപ്പുകൾ അംഗം ജയിച്ചവരുമായിരുന്നു. അല്ലെങ്കിൽ അംഗം ജയിക്കുന്നവരുമായിരിക്കണമല്ലോ. അതല്ലേ അതിൻ്റെ വഴി. ഇന്നോളം പുത്തരിയംഗത്തിന് പോലും ഇറങ്ങിയിട്ടില്ലെങ്കിലും പത്മനാഭൻ ചുരിക ചുഴറ്റിയാൽ അത് കാലം ഇന്നോളം സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്തത്രയും വലിയൊരു അംഗം തന്നെ ആയിരിക്കുമെന്ന ചിലരുടെ ഭയം, അല്ലെങ്കിൽ മറ്റു ചിലരുടെ ആത്മവിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ ഉപജാപങ്ങൾ. സത്യത്തിൽ അതൊക്കെയാണ് ഇത്രയും സുന്ദര സ്വരൂപനായ ഒരാനയെ ഉത്സവ കേരളത്തിൻ്റെ അടിച്ച മുറ്റത്ത് പോലും കയറ്റാതെ അണിയറയ്ക്ക് പിന്നിലേക്ക് ഒതുക്കപ്പെടുവാനുള്ള കാരണം. നന്ദിലത്ത് തറവാട്ടിലേക്ക് എത്തും മുമ്പ് പൂരനഗരിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മില്ലിലുണ്ടായിരുന്നിട്ടും 1-ാം നമ്പർ ആനക്കമ്പക്കാരുടെ കണ്ണുകളിൽ പോലും ഇവൻ ഇടം പിടിക്കാതിരുന്നതിൻ്റെ കാരണവും ഇവനെക്കുറിച്ച് സൃഷ്ടിക്കപ്പെട്ട മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളും തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം. അല്പം ദൈർഘ്യമേറിയ മതപ്പാട് കാലത്തിനുടമയായ പത്മനാഭന്റെ മതപ്പാടിൽ കുറച്ചു കാലം ഉത്സവ നാളുകളിലേക്കും നീളുന്നതാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ആ സമയവും ആന എഴുന്നള്ളിപ്പെടുത്തേ മതിയാവൂ എന്ന അടം പിടിച്ച ഉടമകളും അതിന് കൂട്ടുനിന്ന പാപ്പാന്മാരുമായിരുന്നു പത്മനാഭന്റെ കത്തിവേഷക്കളികളിലെ യഥാർത്ഥ വില്ലന്മാർ. എന്നാൽ മതമെല്ലാം പൂർണ്ണമായി ഒലിച്ചു തീർന്ന ശേഷം മാത്രം ആനയെ എഴുന്നള്ളിച്ചാൽ മതിയെന്നും അതുവരെ അവൻ സമാധാനമായി നിന്ന് വിശ്രമിക്കട്ടെ എന്നും പറയുവാനുള്ള സന്മനസ് കാട്ടിയ നന്ദിലത്ത് എത്തിയതോടെ പത്മനാഭൻ പുതിയ ഒരു അവതാര പിറവിയെടുക്കുകയായി. തിന്നു കൊഴുത്ത് പൂർണ്ണ ആരോഗ്യത്തിൻ്റെ സംതൃപ്തി ഓളം തല്ലുന്ന ശരീരവും പൂർണ്ണമായി മതം ഒലിച്ചുപോയതിൻ്റെ സ്വാസ്ഥ്യവും ശാന്തതയും നിർമ്മലമാക്കിയ മനസ്സുമായി നന്ദിലത്ത് പത്മനാഭൻ ഉത്സവ കേരളത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ തൃശൂർ പൂരമടക്കമുള്ള എണ്ണം പറഞ്ഞ ആഘോഷ കമ്മിറ്റികൾ, ഉത്സവ നഗരികൾ അവനായി കാത്തുനിന്നു. അവൻ്റെ പദചലനങ്ങളെയും തലയെടുപ്പിനെയും അനുഗമിച്ചുകൊണ്ട് ആനപ്രേമികളും അവനെ നെഞ്ചിലേറ്റി. അതെ, പോയ കാലത്തെ ദുരാരോപണങ്ങളും തെറ്റിദ്ധാരണകളുമെല്ലാം പഴങ്കഥകൾ. വില്ലാളി വീരനായിട്ടും ലോകൈക യോദ്ധാവായിട്ടും സൂതപുത്രൻ എന്നാക്ഷേപിച്ച് എവിടെയും അവഗണിക്കപ്പെട്ട കർണൻ അവസാനം എത്തേണ്ടിടത്ത് എത്തിയപ്പോൾ അന്നോളം കൊട്ടിഘോഷിക്കപ്പെട്ടവർക്കും വാഴ്ത്തപ്പെട്ടവർക്കുമെല്ലാം വെല്ലുവിളിയും നിലയ്ക്കൊത്ത പോരാളിയുമായി എന്ന് പറഞ്ഞതുപോലെ നന്ദിലത്ത് തറവാട്ടിലെത്തി വാത്സല്യത്തിൻ്റെയും പരിചരണത്തിൻ്റെയും സ്നേഹധാരകൾ അനുഭവിച്ചതോടെ പത്മനാഭൻ അടിമുടി മാറി മറിയുകയായിരുന്നു. നമ്മുടെ ഗോപേട്ടൻ്റെ കയ്യിൽ പത്മനാഭൻ ഉണ്ടായിരുന്നു. ആ പത്മനാഭനെ ഇന്ന് പാറമേക്കാവിലേക്ക് കൊടുത്തു, സമർപ്പിച്ചു. നമുക്ക് തെക്കൻ നാട്ടിൽ പേരുകേട്ട ഉളിയനാട് ഗോപാലകൃഷ്ണൻ ഇവിടെ വന്ന് ഏറ്റവും ലക്ഷണത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നന്ദിലത്ത് ഗോപാലകൃഷ്ണനായി. ദൗർഭാഗ്യവശാൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ചരിഞ്ഞു. ഇപ്പോൾ വീണ്ടും നമുക്കൊരു നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ വരുന്നു. ഈ ഉണ്ടായിരുന്ന അതേ പേരുകളോട് തന്നെ നമുക്കൊരു അത് നിലനിർത്താൻ, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ പത്മനാഭൻ, ആ പേരുകൾ തന്നെ നിലനിർത്താനുള്ളൊരു താല്പര്യം. പത്മനാഭൻ എന്ന് പറഞ്ഞ പേര് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു പേരാണല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഇതിൽ പല പത്മനാഭനങ്ങളും ഗുരുവായൂരപ്പൻ്റെ ആ നാമത്തിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗുരുവായൂർ പത്മനാഭൻ പേര് കേട്ടൊരു ആനയാണ്. അപ്പോൾ ആനകൾക്ക് ഉത്തമമായ ഒരു പേരാണ് പത്മനാഭൻ. അപ്പോൾ അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ ആ പേര് തന്നെ പത്മനാഭൻ. അർജുന ആനയെ കണ്ടാണ് വളർന്നത്. പിന്നെ അർജുന ആനക്കമ്പം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗജകേസരി യോഗ സിനിമ കണ്ട് അല്ല അതിൽ ആനയെ കണ്ട് ആന മേടിക്കണമെന്ന് കരയാണ്ടിരിക്കാൻ കാണിച്ചു കൊടുത്തിരുന്ന ഗജകേസരി യോഗമുണ്ട്. അപ്പോൾ അർജുൻ്റെ രക്തത്തിൽ എന്ന് പറയുന്ന പോലെ തന്നെ ആനക്കമ്പുണ്ട് യഥാർത്ഥത്തിലും. ഇപ്പോൾ അർജുൻ ഇപ്പോൾ കൂടുതൽ സമയം പുറത്ത് പഠിക്കുന്നു. അച്ഛൻ്റെ ആനക്കുമ്പോൾ അച്ഛൻ 4 ആനകൾ കുടുംബത്തിൽ. ഇപ്പോഴത്തെ ആന പരിപാലനം, പ്രത്യേകിച്ച് നിങ്ങൾ നന്ദിലത്ത് കുടുംബത്തിൽ ആനകളെ പരിപാലിക്കുന്നത്, അതിൽ ഓരോ ആന അർജുൻ്റെ ഒരു അഭിപ്രായം? അച്ഛന് ആനയെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആന എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വന്നപ്പോൾ തൊട്ടിട്ട് ആനകൾ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് ആ കുട്ടിക്കാലം തൊട്ട് ആനകൾ കണ്ട് ഇപ്പോൾ ആനകൾ ഇല്ലാണ്ട് ജീവിക്കാം അങ്ങനത്തെ അവസ്ഥയിലാണ്. ഇപ്പോൾ വീട്ടിൽ വന്നതിന് ആനനെ എങ്ങനെയും കാണണം, അല്ലെങ്കിൽ ഇപ്പോൾ ആനപ്പറമ്പിൽ പോയിട്ട് ഞാൻ കാണും, ആനയെ പോയി കാണും. പിന്നെ ആനയുടെ പോയിട്ട് ആനയ്ക്ക് വല്ല അസുഖങ്ങളും ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും, ശ്രദ്ധിക്കാറുണ്ട്. ആനക്കാർ വന്നാൽ ഫസ്റ്റ് അതാ ചോദിക്കുക, ആനയ്ക്ക് എങ്ങനെയുണ്ട്, ആനക്കാരെങ്ങനെയാണ് ചോദിക്കുക, ആനയ്ക്ക് എങ്ങനെയുണ്ട് ചോദിക്കുള്ളൂ ഫസ്റ്റ്. ഗുരുവായൂരപ്പന് ഒരാനയെ നടക്കിരുത്തുവാൻ നേർച്ച നേർന്ന് ആനയുമായി നിത്യസൗഹൃദം സ്ഥാപിച്ച ഒരാനത്തറവാട്.
ഒന്നിന് പകരം 3 ആനകൾ ഗുരുവായൂരിലേക്ക് സമർപ്പിക്കപ്പെടുകയും ഓരോരോ കാലങ്ങളിലായി ഒട്ടനവധി ആനകൾ തറവാട്ടിൽ വന്നു പോവുകയും ചെയ്തിട്ടും നന്ദലത്ത് തറവാട്ടിലെ ആനപ്രേമം കൂടുതൽ കൂടുതൽ കൊടികെട്ടി പാറുന്നതല്ലാതെ തെല്ലും പിന്നോട്ടില്ല. ഇന്ന് തൃശൂർ പൂരത്തിന് തിടമ്പേറ്റുന്ന പാറമേക്കാവ് പത്മനാഭൻ എന്ന തങ്ങളുടെ പഴയ നന്ദിലത്ത് പത്മനാഭൻ ഒഴിച്ചിട്ട വിടവിലേക്ക് നന്ദിലത്ത് തറവാട് തേടിപ്പിടിച്ച ഈ പുതിയ പത്മനാഭൻ നന്ദിലത്ത് വീടിനും പൂരനഗരിക്കും മാത്രമല്ല ഇന്ന് മുഴുവൻ ആനക്കേരളത്തിൻ്റെയും മാനസപുത്രനായി മാറുന്നു. നന്ദിലത്ത് പത്മനാഭന്റെ കഥകളും കാഴ്ചകളും ഇവിടെ തീരുകയല്ല, തുടരുക തന്നെയാണ്.